ഇനി ഖബറും മഖ്ബറയും ഒന്നേയാണോ? അല്ല. ഖബർ എന്ന് പറഞ്ഞാൽ മണ്ണിൽ കൊയ്യെടുത്തു അതിൽ തന്നെ ദഫൻ ചെയ്യുന്നതാണ്. മഖ്ബറ എന്ന് പറഞ്ഞാലോ താഴെ ഖബറും അതിന്റെ മേലെ ടൈൽസ് എല്ലാം കെട്ടിപ്പൊക്കുന്നു. ഇനി ഖബറിന്റെ ഹാലത്ത് നോക്കൂ, ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ മുകളിൽ കീടങ്ങൾ, ഉറുമ്പുകൾ, പ്രാണികളെല്ലാം കാണാൻ സാധിക്കുന്നു. ചൂടിൽ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു, മഴ വന്നാൽ നനഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി മഖ്ബറയാണെങ്കിൽ പച്ചപ്പട, പൂക്കൾ, ജുമ്മർ ലൈറ്റിംഗ്സ്, നല്ല സുഗന്ധം, ചില സമയത്ത് പാട്ടുമുട്ടുകളെല്ലാം ഇരിക്കുന്നു. ഇനി ഖബറിന്റെ അരികിൽ പോയാൽ ആഖിറത്തിന്റെ ചിന്ത ഉണ്ടാകുന്നു, പേടിയാകുന്നു. തിരിച്ചു പോയതിനു ശേഷം അള്ളാഹുവിന്റെ ഒരു ഖൗഫ് ഉണ്ടാകുന്നു. അതേ മഖ്ബറയുടെ അടുത്താണെങ്കിൽ ദുനിയാവിന്റെ ചിന്ത ഉണ്ടാകുന്നു. തിരിച്ചു പോകാൻ മനസ്സ് വരുന്നില്ല, അവിടുത്തെ ലൈറ്റിംഗ്സ്, സുഗന്ധം, പാട്ടുകളെല്ലാം കണ്ട്. മഖ്ബറയുടെ അരികിൽ പോയി ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, അവരുടെ മുഖേന. ഖബറിന്റെ അടുക്കൽ പോയി നാം ദുആ ചെയ്യുന്നത് അവരുടെ മഗ്ഫിറത്തിന് വേണ്ടിയാണ്. അസ്സലാമു അലൈക്കും അഹ്ല ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ നസ്അലുല്ലാഹു ലനാ വലക്കുമുൽ ആഫിയ. ഇതാണ് രണ്ടിന്റെ ഇടയിലുള്ള വ്യത്യാസം. അപ്പോൾ ഹദീസിൽ പറഞ്ഞ സിയാറത്ത് അത് ഖബറിന്റേതാണ്, മഖ്ബറയുടേതല്ല. ബല്ലിഗു അന്നി വലൗ ആയ.